വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായി രാഹുലിന്റെ പേര് നിർദ്ദേശിച്ചു. വയനാട് സീറ്റ് ഒഴിവാക്കി രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തിയേക്കുമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി കൈക്കൊള്ളും. ഈ മാസം 17 മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. സോണിയാഗാന്ധി ആയിരിക്കും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് സോണിയാഗാന്ധിയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആരെന്ന് കാത്തിരുന്നു കാണുമെന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചുവരവിന് ശേഷമുള്ള ആദ്യ പ്രവർത്തക സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നത് രാഹുൽ ഗാന്ധി എന്ന ഒറ്റപ്പേര്. പ്രമേയത്തെ രാഹുൽ എതിർത്തില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ, ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്തണമെന്നാണ് യോഗത്തിൽ ഉയർന്ന ആവശ്യം. ഹിന്ദി ഹൃദയഭൂമിയിലെ മുന്നേറ്റം നിലനിർത്തണമെങ്കിൽ രാഹുൽ റായ്ബറേലിയിൽ തുടരണമെന്നാണ് നേതാക്കളുടെ വികാരം. വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. UP-യിലെ വിജയത്തിൽ നന്ദി അറിയിച്ച ഈ മാസം 11 മുതൽ 15 വരെ നന്ദി പ്രകാശന യാത്ര നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വയനാട് തന്റെ കുടുംബമാണെന്ന് പലവരും പറഞ്ഞ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ തട്ടകത്തിലേക്ക് മടങ്ങുമ്പോൾ രാഷ്ട്രീയമായി ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത് ധാർമ്മികമായി ശരിയോ എന്ന് എതിർപക്ഷം ചോദ്യമുയർത്തുന്നു. ഇതോടെ വയനാട് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 4,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം. പിന്നീട് ഇങ്ങോട്ട് വയനാട് തന്റെ വീടെന്ന് രാഹുൽ പലതവണ ആവർത്തിച്ചു. പ്രസംഗത്തിന്റെ പേരിൽ അയോഗ്യത കൽപ്പിച്ചപ്പോൾ, സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ തിരിച്ചു വന്നപ്പോൾ, ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം ഈ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. ഇത്തവണയും ഹൃദയവായ്പോടെ തന്നെ രാഹുലിനെ വയനാട്ടുകാർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തു. വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമായിരുന്നു റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള തീരുമാനം. റായ്ബറേലിയിലെ വിജയത്തോടെ വയനാട് വിടാനുള്ള തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന വിമർശനം എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം അത്തരമൊരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ ആര് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. സഹോദരി പ്രിയങ്ക മത്സരിക്കാനെത്തുമോ? ഇനി കാത്തിരിപ്പിന്റെ കൂടി ദിവസങ്ങളാണ് വയനാട്ടിലെ വോട്ടർമാർക്ക്. 24 വയനാട്. മോദിയുടെ മൂന്നാം ഊഴം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നാളെ വൈകിട്ട് 7:15 മോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുക. വിവിധ രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സർക്കാർ രൂപീകരിക്കാനായി രാഷ്ട്രപതി ഇന്നലെയാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. ഞായറാഴ്ച 7:15 രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും. പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്ന നരേന്ദ്രമോദിക്കൊപ്പം 57ഓളം മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ തകൃതിയായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേപ്പാൾ, ശ്രീലങ്ക, മാലദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും.
മൂന്നാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കും. നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോടുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് വിവരം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കുമെങ്കിലും ആരൊക്കെ മന്ത്രിസഭയിലെത്തുമെന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. രണ്ടാം മോദി സർക്കാർ മന്ത്രിസഭയിലെ മുതിർന്ന BJP അംഗങ്ങൾ മാറ്റമുണ്ടാകില്ല. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവരുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടെങ്കിലും മറ്റുള്ള ഏതാണ്ട് എല്ലാ നേതാക്കളും സർക്കാരിന്റെ ഭാഗമാകും. കൂടാതെ JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ നേതാക്കളും മന്ത്രിസഭയിലെത്തും. വനിതകൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന BJP പട്ടികയിൽ ബാൻസുരി സ്വരാജും സുരേഷ് ഗോപിയും ഇടം പിടിച്ചേക്കും. അബ്കി ബാർ 400 പാർ. ഇത്തവണ 400 കടക്കാൻ ലക്ഷ്യമിട്ട BJP അതിന്റെ പരിസരത്ത് പോലും എത്തിയില്ല. കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനാണ് ഇപ്പോൾ BJP തയ്യാറെടുക്കുന്നത്. ഇന്നലെ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗം ഇതിനായി മോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ച നരേന്ദ്രമോദി തന്റെ മുൻ സർക്കാരിന്റെ ഭാഗമായ മുതിർന്ന നേതാക്കളെ പുതിയ സർക്കാരിലും നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, S ജയശങ്കർ, ജ്യോതിരാദിത്യ സിന്ധ്യ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവരെല്ലാം മന്ത്രിസഭയിൽ ഇടം പിടിക്കും. അമേഠിയിൽ തോറ്റെങ്കിലും സ്മൃതി ഇറാനിക്കും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് വിവരം. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, കാലാവധി പൂർത്തിയാക്കുന്ന BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരും നാളെ സത്യവാചകം ചൊല്ലും. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവർ സംഘടനാ രംഗത്തേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം പാർട്ടി പരിഗണിക്കുന്നുണ്ട്. നിർമ്മല സീതാരാമനെ പാർട്ടിയുടെ അധ്യക്ഷയാക്കണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ലിസ്റ്റ് രാഷ്ട്രപതിക്ക് കൈമാറും മുമ്പ് നരേന്ദ്രമോദി കൈക്കൊള്ളും. മന്ത്രിസഭയിലേക്ക് വനിതകൾക്ക് കൂടുതൽ പരിഗണന BJP നൽകുമെന്നാണ് വിവരം. ബാൻസുരി സ്വരാജ്, ഡോക്ടർ ലതാ വാങ്കഡെ, സാവിത്രി ഠാക്കൂർ എന്നിവരാകും പാർട്ടിയുടെ വനിതാ മുഖങ്ങൾ. സുഷമ സ്വരാജിന്റെ മകളാണ് ബാൻസുരി സ്വരാജ്. മധ്യപ്രദേശിലെ സാഗർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ലതാ വാങ്കഡെ. പട്ടികവർഗ സംവരണ മണ്ഡലമായ മധ്യപ്രദേശിലെ ധർ മണ്ഡലത്തിൽ നിന്നാണ് സാവിത്രി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിർദ്ദേശങ്ങൾ ഇപ്രകാരമൊക്കെയാണെങ്കിലും പ്രാദേശിക സന്തുലിതാവസ്ഥ, ജാതി സമവാക്യം, ഘടകകക്ഷികളുടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്നിവ കൂടി പരിഗണിച്ചാകും BJP മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. 24, ഡൽഹി. കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ 15ഓളം മന്ത്രിസ്ഥാനങ്ങളാകും ഘടകകക്ഷികൾക്കായി BJP മാറ്റിവെക്കുന്നത്. ശക്തമായ സമ്മർദ്ദം ചെലുത്തിയ TDPക്ക് ഒരു ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി പദവിയും ലഭിക്കും. JDUവിന് ഒരു ക്യാബിനറ്റ് പദവും ഒരു സഹമന്ത്രി പദവുമാവും ലഭിക്കുക. കേന്ദ്രമന്ത്രിസഭയുടെ ഘടനയിൽ അന്തിമധാരണ രൂപപ്പെടുകയാണ്. ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ള 57 സ്ഥാനങ്ങളിൽ 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് കൈമാറും. TDPക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവും 2 സഹമന്ത്രി പദവുമാണ് ലഭിക്കുക. JDUവിന് ഒരു ക്യാബിനറ്റും ഒരു സഹമന്ത്രി പദവും ലഭിക്കും. LJPക്കും JDSനും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ ആകും ഉണ്ടാകുക. സമാനമായി ശിവസേനയ്ക്കും NCPക്കും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തങ്ങളുടെ മന്ത്രിസഭയിലെ പ്രതിനിധികളെ സംബന്ധിച്ച് തെലുങ്കുദേശം ഇതിനകം ഏകദേശ ധാരണയിലെത്തി. ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കിഞ്ചാരപ്പു രാമോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. പൊമ്മസാനി ചന്ദ്രശേഖർ, വേമിറെഡ്ഡി പ്രഭാകർ റെഡ്ഡി എന്നിവർക്കാണ് സഹമന്ത്രി സ്ഥാനം. 4ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ D പ്രസാദറാവു, D കൃഷ്ണപ്രസാദ് എന്നിവരിൽ ഒരാൾ സത്യവാചകം ചൊല്ലും. വല്ലഭനേനി ബാലശൗരി കേന്ദ്രമന്ത്രിസഭയിൽ ജനസേന പാർട്ടിയെ പ്രതിനിധീകരിക്കും. ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരും 3ാം മോദി സർക്കാരിന്റെ ഭാഗമാകും. HD കുമാരസ്വാമിയാണ് JDS പ്രതിനിധി. തിരിച്ചടികൾക്കിടയിൽ ഉത്തർപ്രദേശിലെ ജാട്ട് മേഖലയിൽ 2 സീറ്റുകൾ നേടിയ RLDയിലെ ജയൻ ചൗധരിയും കേന്ദ്രമന്ത്രിസഭയിലെത്തും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യ മുന്നണി പാർട്ടികൾക്ക് ക്ഷണമില്ല എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സർക്കാർ രൂപീകരിക്കുമ്പോൾ ആശംസകൾ നേരാൻ വരില്ല എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുക പതിവുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ പ്രതിപക്ഷ പാർട്ടികളിൽ ആർക്കും ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.
മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിലും തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിലും നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തും. അതേസമയം സജീവൻ കുരീച്ചിറയുടെ നേതൃത്വത്തിൽ മദ്യപിച്ചുണ്ടാക്കിയ സംഘർഷമാണ് DCCയിൽ നടന്നത് എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വിശദീകരണം. കൂട്ടത്തല്ല് നടന്ന് 24 മണിക്കൂറിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, DCC പ്രസിഡന്റ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു നേരത്തെ. പക്ഷേ വിചിത്രമായ ഒരു വാർത്താക്കുറിപ്പ് DCC ഇറക്കിയിട്ടുണ്ടല്ലോ. എന്താണ് അതിൽ പറയുന്നത്? വിജയകുമാർ, നിൽക്കക്കള്ളി ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വിചിത്രമായ വിശദീകരണക്കുറിപ്പ്, അതും ഈ കൂട്ടത്തല്ല് നടന്ന് 24 മണിക്കൂറിന് ശേഷമൊക്കെ ഒരു വിചിത്രമായ വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സജീവൻ കുരീച്ചിറയുടെ നേതൃത്വത്തിൽ മദ്യപിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്നലെ DCCയിൽ അക്രമം നടത്തിയതെന്നുള്ളതാണ് DCC പ്രസിഡന്റ് വിശദീകരണം. ഇവർ മദ്യപിച്ചെത്തുകയും അവിടെ ഉണ്ടായിരുന്ന KSU നേതാവിന് നേരെയും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന നേതാവിനെതിരെയും ഈ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഡൽഹിയിലെത്തിയ DCC പ്രസിഡന്റ് ആകട്ടെ തന്റെ നിരപരാധിത്വം, അതായത് താൻ ആരെയും മർദ്ദിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ അടക്കം കൈമാറുന്നതിന് വേണ്ടിയുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ആരെയും അറിയിക്കാതെ, DCC പ്രസിഡന്റ് മൊബൈൽ ഫോൺ ഇപ്പോഴും സ്വിച്ച്ഡ് ഓഫ് ആണ്, ആരെയും അറിയിക്കാതെ ഇന്ന് പുലർച്ചെയാണ് ഈ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. പ്രത്യേകിച്ച് ഈ അസാധാരണ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിനടക്കം വലിയ അതൃപ്തിയാണുള്ളത്. പ്രത്യേകിച്ച് ഈ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കോൺഗ്രസിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന സംഭവമാണ് എന്ന് കണ്ടുകൊണ്ട് അടിയന്തര നടപടിക്ക് ഇന്നലെ ദേശീയ നേതൃത്വം ഈ സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഈ DCC പ്രസിഡന്റ് ഡൽഹിയിലെത്തി KPCC അധ്യക്ഷനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും കണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ കൈമാറുന്നതിലൂടെ തന്റെ രാജി ഒഴിവാക്കാം എന്നുള്ളതാണ് DCC പ്രസിഡന്റ് ലക്ഷ്യം വെക്കുന്നത്. ഒരു വൈകാരിക തലത്തിൽ ഈ രാജി സന്നദ്ധത അറിയിച്ചുകൊണ്ട് താൻ രാജിവെക്കേണ്ടതില്ല എന്നൊരു അനുവാദം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അവസാന ഘട്ടത്തിലും DCC നടത്തുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ മണിക്കൂറുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു വിശദീകരണം ഉൾപ്പെടെ നൽകിയിരിക്കുന്ന വിജയകുമാർ. യെസ്, രാജ്യസന്നദ്ധത അറിയിച്ചെങ്കിലും DCC അധ്യക്ഷൻ രാജി ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറാൻ സമ്മതിച്ചത് തെറ്റായിപ്പോയെന്ന് കെ മുരളീധരൻ. തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാമെന്നും 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ അദ്ദേഹം പ്രതികരിച്ചു. തൽക്കാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവുമായുള്ള അഭിമുഖത്തിൽ കെ മുരളീധരൻ വ്യക്തമാക്കി. അങ്ങ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മോഡിലാണിപ്പോൾ. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? ഇപ്പോൾ ഇതിൽ തെറ്റുകാരനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു, ഏറെക്കുറെ ഏതാണ്ട് ഭാഗം പൂർത്തീകരിച്ചിരുന്നു. അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെ ഉള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായി കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണമെന്ന പാഠമാണ് തൃശ്ശൂരിലെ തോൽവി പഠിപ്പിച്ചതെന്നാണ് കെ മുരളീധരന്റെ ആദ്യ അഭിമുഖത്തിലെ ആദ്യ പ്രതികരണം. തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. തോൽവിയിൽ തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാം. KPCC ഒരു അന്വേഷണ കമ്മീഷനും വെക്കണ്ട. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ തല്ലു നടക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ കമ്മീഷൻ വേണ്ട. തന്നെ ചതിച്ചവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പില്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ഞാൻ പറയുന്നു, ആരുടെയും പേര് ഞാൻ പറയില്ല. ദ്രോഹിച്ച ആളുകളെ ജനത്തിന് നന്നായിട്ട് അറിയാം. പാർട്ടി പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അതിൻ്റെയൊക്കെ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പഴുതടച്ച് കാര്യങ്ങൾ നടത്താനുള്ള നേതൃത്വം അക്കാര്യത്തിൽ അവർ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നു, അന്വേഷണം നടത്തി പ്രശ്നം വഷളാക്കണ്ട. ഞാൻ എന്നെ പുറയിൽ നിന്നും കുത്തിയവരെ ജനത്തിന് വിട്ടുകൊടുക്കുക. BJP സ്വാഗതം ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുപോകുന്ന കാര്യം ഇപ്പോൾ ആലോചനയില്ലെന്നായിരുന്നു മറുപടി. 2 തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി, നിയമസഭയിലേക്ക് 3 തവണ സ്ഥാനാർത്ഥിയാക്കി.
അങ്ങനെയൊക്കെ ഒരു പാർട്ടീനെ ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പുച്ഛ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ച് പറയാം, ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഞാനെന്നും ഉണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സജീവ പ്രവർത്തനത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. ലോക്സഭാ വിജയത്തിലെ ട്രെൻഡ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൽക്കാലം ഒരു പദവിയിലേക്കുമില്ലെന്നും പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്നും 24ന്റെ ആൻസർ പ്ലീസിൽ മുരളീധരൻ മനസ്സ് തുറന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ മുന്നറിയിപ്പാണ് മുരളീധരൻ വിട്ടുനിൽക്കലിലൂടെ നൽകുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ നല്ല ചൂടാണല്ലേ എന്നായിരുന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ മറുപടി. യാക്കോബായ സഭ നിരണ മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടേത് തെറ്റുതിരുത്താൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെന്നും വിവാദത്തിനില്ല എന്നുമാണ് ഗീവർഗീസ് മാർ കൂറിലോസിന്റെ നിലപാട്. ഗീവർഗീസ് മാർ കൂറിലോസ് സമൂഹമാധ്യമത്തിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്റെ പക്ഷം ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷമാണെന്നും ഗീവർഗീസ് മാർ കൂറിലോസിന്റെ മറുപടി. ആ വിഷയം അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല, അതിനി ഉണ്ടാകത്തുമില്ല. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പിണറായി വിജയന്റേത് തരം താണ പ്രതികരണമെന്ന് വി ഡി സതീശൻ വിമർശിച്ചു. പിണറായി വിജയന് വിവരമുള്ളതുകൊണ്ട് എല്ലാവരെയും വിവരദോഷിയെന്ന് വിളിക്കാമെന്ന് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാരെ ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ടജീവിയെന്നും ഇപ്പം എന്താ വിളിച്ചേ, വിവരദോഷിയെന്നും. അദ്ദേഹം വലിയ വിവരമുള്ള ആളല്ലേ, അപ്പോൾ എല്ലാവരെയും വിവരദോഷിയെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അപ്പോൾ വിവരദോഷിയാണെന്നും നികൃഷ്ടജീവിയാണെന്നും ഒക്കെ പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. മുഖ്യമന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി കുതിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ ഉപദേശം. വിമർശനങ്ങളെ ആക്ഷേപിക്കരുതെന്ന് നിലപാടെടുത്ത CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഗീവർഗീസ് മാർ കൂറിലോസുമായി വേദി പങ്കിട്ടു. പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് തിരുമേനി. അതുകൊണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും തിരുമേനിയുടെ വിമർശനത്തിനെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞതും ചില വാർത്തകൾ ചാനലുകൾ വാർത്തയാക്കി. എന്താണെങ്കിലും നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുമായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ ഉഭയകക്ഷി ചർച്ചയിലും ധാരണയായില്ല. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മറ്റു പദവികളെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. ഒറ്റ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് 4 പാർട്ടികൾ, CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും JDSും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരാണ് ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുമായി ചർച്ച നടത്തിയത്. രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം മുന്നണി വിടാൻ സാധ്യതയുണ്ടെന്നും മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും CPIയോട് CPIM ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞില്ല, ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഈ ഘട്ടം ഇനിയും ഉണ്ടാകും, അടുത്ത ഘട്ടം ഉണ്ടാകും. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കോട്ടയം സീറ്റ് കൂടി തോറ്റതോടെ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലെന്നും രാജ്യസഭാ സീറ്റ് നൽകണമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് മുന്നോടിയായി തീരുമാനം അറിയിക്കാമെന്നാണ് CPIM 2 പാർട്ടികളെയും അറിയിച്ചിരിക്കുന്നത്. സീറ്റ് ആവശ്യം ശക്തമായി ഉന്നയിക്കുന്ന RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതും ശ്രദ്ധേയമായി. 24 തിരുവനന്തപുരം.
സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. മുതിർന്ന നേതാക്കളുടെയും യൂത്ത് ലീഗിന്റെയും വിയോജിപ്പ് മറികടന്നാണ് തീരുമാനം. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കും ഡൽഹിയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. മുസ്ലിം ലീഗ് ഡൽഹിയിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഹാരിസിന് പങ്കുണ്ട്. എന്നാൽ ഹാരിസ് ബീരാൻ താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രശ്നം. ചില മുതിർന്ന നേതാക്കൾക്കും യൂത്ത് ലീഗിനും അമർഷമുണ്ട്. PK ഫിറോസിനെയോ ഫൈസൽ ബാബുവിനെയോ മത്സരിപ്പിക്കണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. വിദേശത്തുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ മടങ്ങിയെത്തിയാൽ ഉടൻ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തിയെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നവോത്ഥാന മൂല്യസംരക്ഷണ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അപക്വവും വാസ്തവ വിരുദ്ധവുമാണ്. പരാമർശം പിൻവലിക്കണമെന്നും ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? മുസ്ലിം പ്രീണനം കൂടിപ്പോയതാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായതെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. ഇതിൽ പ്രതിഷേധിച്ചാണ് KNM വൈസ് പ്രസിഡന്റും കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാമുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അതേസമയം സമിതിയിൽ തുടരും. അത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊരു സങ്കടമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് പരിഹരിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം അതിന് ശക്തി പകരാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന് കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അത് അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനത്തുള്ള ആൾ പറയാൻ പാടില്ലാത്തതാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണെങ്കിൽ മുസ്ലിം സമുദായം വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇതുണ്ടായില്ല. വിവിധ വിഷയങ്ങളിൽ ഇപ്പോഴും സർക്കാരിൽ നിന്ന് മുസ്ലിം സമുദായം അവഗണന നേരിടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ നിലവിലെ പരാമർശം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഉപകാരപ്പെടുന്നതെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നവോത്ഥാനം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയോടെ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചത്. ഈ സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പരിഹസിച്ച് കോൺഗ്രസും BJPയും. കാപട്യം നിറഞ്ഞ റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. UDFന് BJP SDPI പാർട്ടികളുമായി ധാരണയുണ്ടെന്ന് CPIM ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്തിയാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. പെൻഷൻ മുടങ്ങിയതുൾപ്പെടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇല്ലെന്ന് പരിഹാസം. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ പോവുകയും ട്രഷറി ഖജനാവ് കാലിയായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. അവിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. ഇതിനേക്കാൾ വലിയ തമാശ, ഈ സർക്കാർ അവതരിപ്പിച്ച ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ വലിയ തമാശ വേറെ എന്തുണ്ട്? എല്ലാ വിഷയത്തിലും 0 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി ജാള്യതയില്ലാതെ അച്ഛനമ്മമാരുടെ അടുത്ത് പോകുന്നത് പോലെയെന്ന് BJP നേതാവ് V മുരളീധരൻ. പ്രോഗ്രസ് ഇല്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ട്, അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അത് വലിയ നേട്ടമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ തൊലിക്കട്ടി വേണം. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിച്ച് പോരായ്മകൾ തിരുത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിമർശനം ആരുന്നയിക്കുന്നതിലൂടെ ആർക്കും ഒരു കുഴപ്പമില്ല. വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. കോട്ടയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫും NDAയുമായി ധാരണയുണ്ടാക്കുന്നെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ ആരോപിച്ചു. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം കൂടാൻ കാരണം SDPI വെൽഫെയർ പാർട്ടി വോട്ടുകളാണെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് പറഞ്ഞു. ഗ്രേസ് മാർക്ക് നൽകിയതിൽ അപാകമുണ്ടെങ്കിൽ പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചു. 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതോടെയാണ് നീറ്റ് പരീക്ഷാഫലം വിവാദമായത്.
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. ഏജൻസിയുടെ പ്രവർത്തനം സുതാര്യമാണെന്നും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് പ്രതികരിച്ചു. The question paper in social media was I think around 4:29 p.m. after the start of like 2 hours 28 minutes later. So we said that there is no paper leak and we reconducted the exam at that center with a different question paper and it went smoothly. 6 സെന്ററുകളിൽ സമയനഷ്ടത്തെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചിരുന്നു. ഇതിൽ അപാകതയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും. മറ്റു പരാതികളും പരിശോധിക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് IMA ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് ആവശ്യപ്പെട്ടു. പരീക്ഷ സംബന്ധിച്ചുയർന്ന ആക്ഷേപങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികളും പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 24 ഡൽഹി. ഏറെ സങ്കടപ്പെടുത്തിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. അങ്കമാലിയിൽ 4 അംഗ കുടുംബം പൊള്ളലേറ്റു മരിച്ചത് AC-യിൽ നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്തതിനെ തുടർന്നെന്ന് പ്രാഥമിക നിഗമനം. മരണത്തിന് മുൻപ് 4 പേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അങ്കമാലി പറക്കുളത്ത് ബിനീഷ് കുര്യൻ, ഭാര്യ അനു, മക്കളായ ജോവന, ജസ്വിൻ എന്നിവർ പൊള്ളലേറ്റ് മരിച്ചത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. AC-യിൽ നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്തതാണ് അപകടകാരണമെന്ന് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. വയറിങ്ങിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തീ ആളിപ്പടരാൻ ഇത് കാരണമായി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഫയർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്നും പിന്നീട് അകത്ത് കയറി അകത്തുനിന്നും ഫൈറ്റ് ചെയ്ത് കിടത്തുകയായിരുന്നു. അപ്പോൾ നല്ല പുകയും ഇതൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെടുത്തതിന് ശേഷമാണ് ആളുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഇതായിട്ടറിയുന്നത് കെടുത്തതിന് ശേഷമാണ്. കട്ടിലുമ്മ കിടക്കുകയായിരുന്നു 2 പേര്, കുട്ടികൾ നിലത്തുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് ശരിക്കും അറിയില്ല. നമ്മൾ കെടുത്തതിന് ശേഷമാണ് കാണുന്നത് തന്നെ, ബോഡി കാണുന്നത് തന്നെ. മരിച്ച 4 പേരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുകയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൽ രാസസാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ സ്കിൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അങ്കമാലി പള്ളിയിൽ നടക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ആലപ്പുഴ മാന്നാറിൽ 1 വയസ്സുകാരനെ മാതാവ് ക്രൂരമായി മർദ്ദിച്ച ശേഷം ദൃശ്യങ്ങൾ പിതാവിന് അയച്ചു നൽകി. മാതാവ് മാന്നാർ സ്വദേശി അനീഷയെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മാന്നാർ സ്വദേശി അനീഷയാണ് 1 വയസ്സുകാരനായ മകനെ മർദ്ദിച്ചതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അനീഷയെ കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ പിതാവായ തിരുവനന്തപുരം സ്വദേശി മുജീബ് തന്നെയും കുഞ്ഞിനെയും നോക്കുന്നില്ലെന്നും ജീവിക്കാൻ മാർഗമില്ലെന്നും അനീഷ പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്നും ദൃശ്യങ്ങൾ മുജീബിന് അയച്ചതെന്നും യുവതി മൊഴി നൽകി. സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മാതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. കുഞ്ഞിന്റെ പിതാവ് മുജീബ് വിവാഹ തട്ടിപ്പുകാരനാണെന്നും ഇയാൾ 4 വിവാഹം കഴിച്ചതായും പോലീസ് പറഞ്ഞു. മുജീബ് കഴിഞ്ഞ മാസം ദുബായിലേക്ക് കടന്നതായാണ് വിവരം. 24 ആലപ്പുഴ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ചാലക്കുടി ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം. ഡിവൈഎസ്പി R അശോകനോട് IG വിശദീകരണം തേടി. നേരിട്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് റൂബിൻ ലാൽ പറഞ്ഞു. 24 ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോയിലാണ് ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. എണീറ്റ് എന്നെ ഗേറ്റിനടുത്ത് വന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട് ജീപ്പിനടുത്ത് എത്തിയപ്പോൾ ഇവർ എടുത്ത് ജീപ്പിലേക്ക് എറിയായിരുന്നു, ജീപ്പിൻ്റെ പിന്നിലേക്ക്. അതിനുശേഷം എനിക്ക് ഒരക്ഷരം മിണ്ടാനായിട്ട് ഇവർ എൻ്റെ വായ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയായിരുന്നു CI ആൻഡ്രിക് ഗ്രോമിക്ക് ചെയ്തത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ മനുഷ്യത്വരഹിതമായ നടപടികൾക്ക് റൂബിൻ ലാൽ ഇരയായിട്ടും CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ചാലക്കുടി ഡിവൈഎസ്പി R അശോകൻ നൽകിയത്. കേസിലെ മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ CI നശിപ്പിച്ചത് മറച്ചുവെച്ചു. ഫോൺ റൂബിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ഇതോടെയാണ് ഡിവൈഎസ്പിയോട് IG വിശദീകരണം തേടിയത്. രാത്രി മുഴുവൻ തന്നെ വിവസ്ത്രനാക്കി നിർത്തിയെന്നും പീഡിപ്പിച്ചെന്നും റൂബിൻ ലാൽ. നിയമപോരാട്ടത്തിൽ റൂബിൻ ലാലിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഉറപ്പു നൽകി. റൂബിൻ ലാൽ
താങ്കളുടെ പോരാട്ടം അവസാനിപ്പിക്കരുത്. താങ്കൾ സത്യത്തിൻ്റെ വഴി സഞ്ചരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 24 തീർച്ചയായിട്ടും താങ്കൾക്കൊപ്പം ഉണ്ടാകും. റൂബിൻ ലാലിനെതിരായ കള്ളക്കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാക്സൺ ഫ്രാൻസിസ് അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന് റൂബിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ DCC ഓഫീസിലെ സംഘർഷത്തിൽ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറ ഉൾപ്പെടെ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിലാണ് നടപടി. സജീവൻ കുരിയച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് അടക്കം 20 പേർക്കെതിരെ രാവിലെ പോലീസ് കേസെടുത്തിരുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇപ്പോൾ ഇരു വിഭാഗത്തിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരസ്പരം പരാതികൾ നൽകുകയാണ് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളും, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളിലും 2 വിഭാഗത്തിലും പെട്ട കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ ഒരു സമവായത്തിന്റെ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നത് പൂർണ്ണമായും അടഞ്ഞു എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഈ സമവായ സാധ്യതകളെല്ലാം അടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് അല്പം മുമ്പ് DCC പരസ്യമായി ഈ DCC ജനറൽ സെക്രട്ടറി അടക്കം മദ്യപിച്ചുണ്ടാക്കിയ സംഘർഷമാണ് എന്ന തരത്തിൽ ഈ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിൽ പോലും പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ മുരളീധര വിഭാഗത്തിനെതിരെയാണ്. സജീവൻ കുരിയച്ചിറയാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ DCC പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തു എന്ന പരാതിയുമായി രംഗത്തെത്തുന്നു. പിന്നീട് സജീവന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് 20 പേർക്കെതിരെ, അത് DCC പ്രസിഡന്റിനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രാവിലെ 20 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ KSC സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വിമൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് പഞ്ചു തോമസ് എന്നിവർ തങ്ങളെ മർദ്ദിച്ചു, അതായത് ഈ സജീവൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തുന്നു. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടുകൂടിയാണ് ഇപ്പോൾ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സജീവൻ കുരിയച്ചിറ അടക്കം 7 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ തൃശ്ശൂരിലെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിലവിൽ ഡൽഹിയിലാണുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഇരു വിഭാഗത്തിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സജീവൻ കുരിയച്ചിറയുടെ പരാതിയിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോഴത്തെ സജീവൻ കുരിയച്ചിറക്കെതിരെ മറ്റൊരു പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത് തൃശ്ശൂരിൽ നിന്ന്. വയനാട് മൂലങ്കാവ് സ്കൂളിൽ റാഗിങ്ങിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ ശബരിനാഥ് ചികിത്സയിലാണ്. മൂലങ്കാവ് സർക്കാർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശബരിനാഥന് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനമേറ്റ സംഭവം അതീവ ഗൗരവതരം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. സംഭവത്തിൽ അഡീഷണൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഗവൺമെന്റും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും കാണുകയാണ്. SP-യുമായി കാര്യങ്ങൾ സംസാരിച്ചു. SP-മാരുടെ ഗൗരവത്തോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള സമഗ്രമായ ഒരു അന്വേഷണം പുറത്തുള്ള ആൾക്കാർ നടത്തണം എന്നുള്ളതുകൊണ്ട് അഡീഷണൽ വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ അബൂബേക്കറിനെ ഇക്കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ 2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പ്രിൻസിപ്പൽ അധ്യക്ഷനായ 7-അംഗ സമിതിയെ നിയോഗിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2 കുട്ടികളാണുള്ളത്. ബാക്കി ശബരിനാഥ് പറഞ്ഞിട്ടുള്ള 6 കുട്ടികളുണ്ട് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. 6 അതിലധികമോ അതല്ല ഏതൊക്കെ രീതിയിലാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. മർദ്ദനത്തിനിരയായ കുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഗുരുതര പരിക്കുണ്ടായിട്ടും ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശബരിനാഥന്റെ കുടുംബം. 24 വയനാട്. ഇറാൻ ബന്ധമുള്ള അവയവക്കടത്ത് സംഘത്തിന് ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ പോലീസ് കസ്റ്റഡിയിലായി. ഇയാളെ മാപ്പുസാക്ഷിയാക്കിയേക്കും. കേസിൽ ഇതുവരെ പിടിയിലായ 3 പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് സ്വദേശി ഷമീറിനെ കോയമ്പത്തൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. മൊഴി രേഖപ്പെടുത്താനായി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. അവയവക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തന രീതി ഷമീറിലൂടെ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 2 മാസം മുൻപാണ് ഇറാനിൽ വെച്ച് ഷമീർ വൃക്കമാറ്റൽ ശസ്ത്രക്രിയക്ക് വിധേയനായത്. നിലവിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇയാൾ അവയവ മാഫിയയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കേസിൽ പിടിയിലായ സാബിത്ത് നാസർ, സജിത്ത് ശ്യാം, വല്ലം രാമപ്രസാദ് ഗൊണ്ട എന്നിവരുടെ രഹസ്യമൊഴി അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപിൽ ഉടൻ രേഖപ്പെടുത്തും. പ്രതികൾ മൊഴി മാറ്റാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ചയുണ്ടായെന്ന് പോലീസ് റിപ്പോർട്ട്. മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത ഉന്നയിച്ച പരാതികൾ ശരിയാണെന്ന് കോഴിക്കോട് നാർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കണ്ടെത്തി. സത്യം ജയിച്ചെന്ന് അതിജീവിത പ്രതികരിച്ചു. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയ KV പ്രീതി കേസ് ഹിസ്റ്ററി എഴുതേണ്ട സ്ഥലത്ത് പശ്ചാത്തലം രേഖപ്പെടുത്തിയില്ല. ഡ്യൂട്ടി ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലം ഒന്നും എഴുതാതെ ഒഴിച്ചിട്ടു. മൊഴിയെടുക്കുമ്പോൾ തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നുവെന്ന KV പ്രീതിയുടെ മൊഴി കളവാണെന്നും നാർക്കോട്ടിക്സ് സെൽ ACP TB ജേക്കബിന്റെ പുനരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സത്യം ജയിച്ചെന്നും ഡോക്ടർ പ്രീതിക്കും കള്ളമൊഴി നൽകിയ ഡോക്ടർ ഫാത്തിമ മാനൂനുമെതിരെ നടപടി വേണമെന്നും അതിജീവിത. എന്തുകൊണ്ടാണ് അവർ സത്യം മൂടി വെച്ചതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് തന്നെ നാണക്കേട് ആയതുകൊണ്ടാവാം അപ്പം ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു പുനരന്വേഷണത്തിന് മുതിർന്നു. അതിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ പ്രീതി മൊഴി രേഖപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് ചൊവ്വാഴ്ച വരെ വിലക്കുണ്ട്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 10 തുടങ്ങും. ബജറ്റ് ചർച്ചകൾക്കായാണ് 28 ദിവസം സഭ സമ്മേളിക്കുന്നത്. പഞ്ചായത്ത് രാജ് ഭേദഗതി ബില്ലും മുനിസിപ്പാലിറ്റി ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് സമർപ്പിച്ച് പാസാക്കും. ഈ മാസം 13 മുതൽ 15 വരെ ലോക കേരള സഭയും നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് ജൂൺ 17 വരെ തുടരാൻ അവകാശമുള്ളതിനാൽ സഭ ചേരുമ്പോൾ K രാധാകൃഷ്ണൻ സഭയിൽ ഉണ്ടാകും. കാസർഗോഡ് കാരടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് സൂചന. വേറെയും ധനകാര്യ സ്ഥാപനങ്ങളിൽ സമാന തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. കേസിൽ മൊഴി നൽകിയ ആളുമായി ജില്ലയിലെ പ്രമുഖ CPM നേതാവ് കൂടിക്കാഴ്ച നടത്തിയതും ദുരൂഹമാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായ കോഴിക്കോട് സ്വദേശി നബീലിനെ ചോദ്യം ചെയ്തതോടെയാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സൊസൈറ്റിയുടെ സെക്രട്ടറിയായിരുന്ന K രതീഷിന്റെ സുഹൃത്ത് അബ്ദുൽ ജബ്ബാറാണ് തട്ടിപ്പിൽ ഇടനില നിന്ന് പണം കൈക്കലാക്കിയത്. പണം മറിച്ചു നൽകുന്നതിനായി നബീലിനെ ഉപയോഗപ്പെടുത്തിയെന്നുമാണ് വിവരം. രതീഷിനെയും അബ്ദുൽ ജബ്ബാറിനെയും തമിഴ്നാട് നാമക്കലിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചയാളുമായി പ്രമുഖ CPIM നേതാവ് കൂടിക്കാഴ്ച നടത്തിയതും അന്വേഷണ പരിധിയിലാണ്. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്ന് മടങ്ങിയ ബേക്കൽ സ്വദേശിയായ ഇയാൾ നഗരത്തിലെ പ്രമുഖ ഹോട്ടലിലെത്തിയെന്നും അവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതെന്നുമാണ് വിവരം. നേരത്തെ NIA ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലും പ്രതിയാണ് നബീൽ. ഇയാൾക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വേറെയും ധനകാര്യ സ്ഥാപനങ്ങളിൽ സമാന തട്ടിപ്പ് നടന്നതായും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. 24 കാസർഗോഡ്.